ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് മഹീന്ദ്രയുടെ രണ്ട് പുതിയ വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. ഒന്ന് ബൊലേറോ സീരീസിൽ വരുന്ന ബൊലേറോ ക്ലാസിക് ആയിട്ട് വണ്ടി ഇറക്കി, അതുപോലെ തന്നെ ബൊലേറോ നിയോയുടെയും ഒരു അപ്ഡേറ്റ് നമുക്ക് കാണാൻ പറ്റി. അതിന് പുറമെ പിന്നെ അപ്ഡേറ്റ് വന്ന ഥാറിലായിരുന്നു. 3 ഡോർ മോഡലിൽ അവർ കുറച്ച് പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വലിയ വിഷ്വൽ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ വളരെ മിനിമലായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്തു. ആക്ച്വലി രണ്ട് വണ്ടികളുടെ കേസിലും അങ്ങനെ തന്നെ വളരെ മിനിമലായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റാത്ത അപ്ഡേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അവർ കൊടുത്തത്. പക്ഷേ ഇനീഷ്യലി ഇതിൻ്റെ രണ്ടിൻ്റെയും ടെസ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് മൊത്തം ക്യാമഫ്ലാജ് ഒക്കെ ചെയ്ത് എന്തോ കാര്യമായിട്ട് വരാൻ പോകുന്നു എന്ന് പറയുന്ന പോലെയാണ് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, ഒരു അംശം പോലും കാണിക്കാതെ മൊത്തം മറ്റേ ക്യാമഫ്ലാജൊക്കെ അടിച്ച് ഞങ്ങൾ എന്തൊക്കെയോ മാറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞില്ല, പക്ഷെ അങ്ങനെയാണ് ക്യാമഫ്ലാജ് കണ്ടാൽ നമുക്ക് തോന്നുന്നത്. ഏതായാലും ആ രണ്ട് വാഹനങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ സ്കോർപിയോ എന്നിലും അവരിപ്പം ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് മ്യൂൾ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുന്നേ XUV700 ഫേസ് ലിഫ്റ്റിന് ഇഷ്ടംപോലെ ടെസ്റ്റ് മ്യൂൾസ് നമ്മൾ സ്പോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തും സത്യം പറഞ്ഞാൽ റിയർ ഡിസൈനിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ രണ്ട് വാഹനങ്ങളുടെ അപ്ഡേറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്കോർപിയോ എന്നിൻ്റെ ക്യാമഫ്ലാഷ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, മറ്റേ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആദ്യം വന്നത്. ഇതിൻ്റെ അകത്തും ഇപ്പോൾ റിയർ ഡിസൈൻ മാത്രമേ നമുക്ക് നിലവിൽ ഇതിൻ്റെ സ്പൈ ഷോട്ട്സിൽ കിട്ടിയിട്ടുള്ളൂ, ഫ്രണ്ട് ഡിസൈൻ കിട്ടിയിട്ടില്ല. സൈഡും ഒരു പരിധി വരെ ഇതിനകത്ത് കാണാം. പക്ഷേ ഈ കാണാൻ പറ്റുന്ന കാഴ്ചയിൽ ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ബാക്കിലത്തെ ഒരു ബൂട്ട് ഡോറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, റിയർ ബമ്പർ ആയിക്കോട്ടെ, ലൈറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. വീണ്ടും ഥാറിൻ്റെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവരിവിടെയും പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. സൈഡ് ഡിസൈൻ നോക്കിയാലും ഒരു വ്യത്യാസമില്ല. ഈവൻ അലോയ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും കാണുമ്പോൾ സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ടെസ്റ്റ് മ്യൂളിൽ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എങ്കിലും ഇൻറ്റീരിയറിലായിരിക്കും ഈ വാഹനത്തിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാം. 3 ഡോർ ഥാറിൻ്റെ മെയിൻ ഫോക്കസ് ഇൻറ്റീരിയർ തന്നെയായിരുന്നു. കാരണം എക്സ്റ്റീരിയറിൽ അവരൊന്നും ചെയ്തില്ല, കുറച്ച് പുതിയ കളർ ഓപ്ഷൻസ് കൊണ്ടുവന്നു, പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ കളർ ഇത്തിരി ഒന്ന് മാറ്റി. അതൊക്കെ തന്നെയായിരിക്കും സ്കോർപിയോയിലും സംഭവിക്കാൻ പോകുന്നത്. ഫ്രണ്ട് ഡിസൈൻ നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഫ്രണ്ടിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ ചേഞ്ച് നമുക്ക് തീർച്ചയായും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഇൻറ്റീരിയറിൽ ഇതിനകത്ത് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്കോർപിയോ തന്നെ അത്ര ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമല്ല. നമുക്ക് 8 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് കിട്ടുന്നത്, 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററാണ് കിട്ടുന്നത്. പിന്നെ അവർ പതുക്കെ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെന്റിലേറ്റഡ് സീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു അഡീഷണൽ വന്നതിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടും ബാക്കും ക്യാമറ ഉണ്ട്, പക്ഷേ സൈഡിലില്ല. അങ്ങനെ കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ മഹീന്ദ്ര ഥാറിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ്, അതായത് പുതിയ 10.25 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ. ഥാറിൻ്റെ അകത്ത് അവർ ഇൻസ്റ്റോൾ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തില്ല, പക്ഷേ അത് മിക്കവാറും തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ വരുന്ന 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് അത് മാറ്റി 10.25 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ തീർച്ചയായും കൊടുക്കുമായിരിക്കും. നമ്മുടെ XUV3 XUV വരെ ഇപ്പം രണ്ടും 10.25 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അതൊരു മാറ്റം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 360 ഡിഗ്രി ക്യാമറ അവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വയർലെസ് ചാർജറൊക്കെ ഓൾറെഡി ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ പാനോറാമിക് സൺറൂഫ് ആഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പോൾ പാനോറാമിക് സൺറൂഫ് വരുന്നില്ല. അവരിതിനകത്ത് അപ്ഡേറ്റ് വെച്ചൊരു അപ്ഡേറ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ആഡ് ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ അതിനിപ്പം കുറച്ചും കൂടെ വേരിയൻസിലേക്കൊക്കെ അവൈലബിൾ ആക്കി തുടങ്ങാം ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും. അതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ ചേഞ്ചസ് ആയിട്ട് പറയാൻ. ബാക്കി ഇപ്പം നമുക്ക് എൻജിൻ റിലേറ്റഡ് ആയിട്ട് മെക്കാനിക്കൽ ആസ്പെക്ട്സ് അതിൻ്റെ അകത്തുനിന്ന് ഈ വാഹനത്തിൽ ഇനി ചേഞ്ചസ് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള പവർ രണ്ട് എഞ്ചിൻസും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഡീസൽ ആണെങ്കിൽ 175 bhp ഉണ്ട്. പെട്രോൾ ആണെങ്കിൽ XUV700 കിട്ടുന്ന സെയിം 200 PS പവറും അതുപോലെ 380 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും ഇല്ലാത്ത പവർ ഓപ്ഷൻസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ആകെപ്പാടെ അവർക്ക് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ വേരിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ചെയ്യാം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഥാറിൻ്റെ കുറേ വേരിയൻസ് അവർ നിർത്തില്ല. ഹാർഡ് ടോപ്പ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. നേരത്തെ സോഫ്റ്റ് ടോപ്പ് ഉണ്ടായിരുന്നു, കൺവെർട്ടബിൾ ഉണ്ടായിരുന്നു, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ സ്കോർപിയോയിൽ പുതിയ കളർ ഓപ്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഥാറിൽ കിട്ടിയതുപോലെ. ഇത്രയൊക്കെയാണ് നമുക്ക് സ്കോർപിയോ എന്നിനെ പറ്റി ഇപ്പം പറയാൻ പറ്റുന്നത്. അഗൈൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ജസ്റ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ടെസ്റ്റിംഗ് അവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇനി അതിൻ്റെ കൂടെ തന്നെ വേറെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് XUV700 ഫേസ് ലിഫ്റ്റ്. ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്തുകൊണ്ടാണ് മഹീന്ദ്ര ഇതിൻ്റെ ലോഞ്ച് ഇത്രയും ഡിലേ ആക്കുന്നതെന്ന് അറിയില്ല. ഏകദേശം നമ്മുടെ XUV90യുടെയൊക്കെ ഒരു ലോഞ്ചൊക്കെ ആയപ്പോൾ തന്നെ അവർ ഇതിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിന് കുറച്ച് മുന്നേ തന്നെ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ടും ഇതുവരെ ഇത് ലോഞ്ച് ആയിട്ടില്ല. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊരു 4-5 വണ്ടികൾ ഒറ്റയടിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസും ലീക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് റിയർ ഡിസൈൻ ഒന്നും മാറ്റമില്ല എന്നുള്ളതാണ്. ഏതായാലും ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഗ്രില്ല്
ഗ്രില്ലിൻ്റെ ഡിസൈനിൽ അത്യാവശ്യം ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അഗെയിൻ നമ്മൾ പുതിയ താറിൽ കണ്ട പോലെ ബൊലേറോ നിയോയിൽ കണ്ടതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ആ ഒരു പാറ്റേണിലൊക്കെ ചെറിയൊരു വ്യത്യാസം അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഫ്രണ്ടിൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും മേജറായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ XUV9 ഇൻസ്പയർഡ് ആയത് പോലെ ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കുറേയൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് കാണുമ്പം. ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ അകത്തും കുറച്ചൊക്കെ എലമെൻസിനകത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരുമായിരിക്കും, ബമ്പറിലൊക്കെ വ്യത്യാസം വന്ന പോലെ. പക്ഷെ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല. റിയർ ഡിസൈനിലാണെങ്കിലും ലൈറ്റിങ്ങിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് അതിൻ്റെ അകത്തൊക്കെ കുറച്ച് വ്യത്യാസം അവർ വരുത്തുമായിരിക്കും. പക്ഷേ അതല്ലാതെ അഗൈൻ ഇതിൻ്റെ അകത്തും പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഈ വണ്ടികളിൽ രണ്ടെണ്ണത്തിലും ഫ്രണ്ടിലും ബാക്കിലും കണക്റ്റഡ് DRLസും അതുപോലെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു കണക്ഷൻ എലമെൻറ്റ് പോലത്തെ ഒരു സംഭവം വേണമെങ്കിൽ പറയാം. അതിപ്പോൾ അതൊക്കെ കോമൺ ആയി വരുന്നൊരു ഫീച്ചറാണല്ലോ. പക്ഷെ അത് മാത്രമേ അതിനകത്ത് ഇപ്പോൾ എക്സ്റ്റീരിയറിൽ അവർക്ക് സത്യം പറഞ്ഞ് ആഡ് ചെയ്യാനുള്ളൂ. 700 ആണെങ്കിലും എക്സ്റ്റീരിയറിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണാനില്ല. നേരത്തെ കുറച്ചൊക്കെ പ്രതീക്ഷിക്കായിരുന്നു. കാരണം മഹീന്ദ്ര മറ്റ് 2 വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ബൊലേറോയും താറും ഇറക്കിയതിന് ശേഷം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഏതായാലും നമുക്ക് ഇനി ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിലും ബാക്കിൽ, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഹുക്ക് കാണാം, ടാബ്ലറ്റും സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസൈനിൻ്റെയും, അതായത് ഇൻറ്റീരിയറിൽ വരുന്ന ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിൻ്റെയും ചെറിയൊരു സ്നീക്ക് പീക്ക് ആയിട്ടൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്പേസ് ഷോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. മഹീന്ദ്രയുടെ പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ 3 സ്ക്രീൻ ലേഔട്ടും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സെയിം XUV9 കണ്ട അതേ ലേഔട്ടിൽ തന്നെയാണ് പുതിയ 700 ഫേസ് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. സോ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇൻറ്റീരിയറിൽ അവർ ഈ വാഹനത്തിൽ മേജർ ഓവർഹോൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാം. ഈ 3 സ്ക്രീൻ സെറ്റപ്പ്, പാസഞ്ചറിൻ്റെ സ്ക്രീൻ അഡീഷണൽ 10.25 യൂണിറ്റ് വരാമെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അക്കാര്യം കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. പക്ഷെ അതല്ലാതെ നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പം ഒരു പ്രീമിയം ഫീൽ കിട്ടും. അതാണ് മെയിനായിട്ട് 3 സ്ക്രീൻ ലേഔട്ട് കൊണ്ട് മിക്ക കമ്പനികളും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പാസഞ്ചർ മാത്രം ഇരുന്ന് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണ് ബാക്കിലുള്ളവർക്ക് എന്തെങ്കിലും കാണണ്ടേ, അവർക്ക് വെറുതെ ഇരുന്നാൽ മതിയോ? അവർക്ക് വേണ്ടി ബാക്കിൽ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുക്കേണ്ടി വരും. അതൊക്കെ ഓപ്ഷനായിട്ടാണ് കൊടുക്കുന്നത്. ആകെപ്പാടെ പാസഞ്ചറിന് മാത്രമേ ഡിസ്പ്ലേ സ്ക്രീനായിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഡ്രൈവറിനും ആ സ്ക്രീൻ വേണമെങ്കിൽ കാണാം. അത് മാത്രമല്ല വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് മിക്ക സമയങ്ങളിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഡ്രൈവറിന് കാണാതെ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രൈവറിൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ XUV9 ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 3ാമത്തെ സ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ ഒന്ന് കമൻസിൽ പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഏതായാലും ഇൻറ്റീരിയർ ലേഔട്ട് നിങ്ങളിപ്പം XUV9 കാണുന്നുണ്ടല്ലോ, ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ പുതിയ 700 ഫേസ് ലിഫ്റ്റിൽ വരാൻ പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറയുന്നില്ല, ഫീച്ചേഴ്സിന് അപ്ഡേറ്റ് ആയിട്ടൊന്നും. ഇനി എന്തൊക്കെ വരും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 9 കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ അകത്ത് ക്യാരി ഓവർ ചെയ്ത് വരാൻ പോകുന്നത്. ഒരുപാട് പുതുമയൊന്നും ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒരു മിഡ് സൈക്കിൾ അപ്ഡേറ്റ് ആണ്. 2021 വണ്ടി ഇറങ്ങിയത്. ഇപ്പോൾ 25 കഴിയാനായി. ഇപ്പോൾ പിന്നെ 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഒരു വ്യത്യാസം കൊടുക്കണമല്ലോ. അതുകൊണ്ടൊക്കെയാണ് മഹീന്ദ്ര ഈ 2 വാഹനങ്ങളുടെയും വീണ്ടും ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം കൂടി ഇപ്പോൾ ഒറ്റയടിക്കാണ് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. താറ്, ബൊലേറോ, സ്കോർപ്പിയോന്, XUV700 എല്ലാം പല സമയത്താണ് ഇറക്കിയതെങ്കിലും ഫേസ് ലിഫ്റ്റുകളെല്ലാം ഏകദേശം ഒരു സമയത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് എന്താണ് ഈ 2 വാഹനങ്ങളെ പറ്റി ഇപ്പോൾ പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റാർ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.